അയ്യോ വാശിയല്ല കളിക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങും മിസ്റ്റർ. ഇവർ മാത്രമേ PSC എഴുതിയിട്ടുള്ളൂ, ഇവർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഇവർ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. ബാക്കി നാട്ടിലെ തൊഴിലാളികൾ PSC വളരെ മോശമായ സമീപനം. പഞ്ചായത്ത് ഓഫീസ് പണി നടക്കാൻ പാടില്ല. ഇതുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇതുമായിട്ട് സഹകരിച്ച് അവര് പോയി പൊക്കോട്ടെ. ഒരു പ്രശ്നമില്ല. പഞ്ചിങ് ചെയ്തല്ലോ. നിങ്ങൾ വൈകിട്ട് വന്നല്ലെങ്കിൽ പഞ്ചിങ് നിങ്ങൾ ഇതൊന്ന് അടച്ചിട്ടാല് ഓ ശരി. അല്ല നിങ്ങൾ ചെയ്തോ, നിങ്ങളിതൊന്ന് അടച്ച് നിങ്ങൾ ഈ സമരത്തിനെതിരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കാനാണ്. അതല്ലയോ നിങ്ങൾ പിന്നെ വക്കീലിനായിട്ട് അല്ല നിങ്ങൾ അതായിക്കോട്ടെ. ഇതിനെ യോജിക്കാനും യോജിക്കാതിരിക്കാനും കാരണങ്ങൾ കാണും. ഞാൻ ഒരു രാഷ്ട്രീയ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടാ. അല്ല അന്നും ഇന്ത്യയിലെ ജനങ്ങൾ വെറുതെ ഇരുന്നായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യം കിടത്തില്ലായിരുന്നു. ഇപ്പൊ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. നല്ല ചരിത്രബോധമുള്ള ആൾക്കാരാണ് നമ്മുടെ സമരത്തിന് മുന്നോട്ട് നിൽക്കുന്നത്. ഇതുപോലെയുള്ള സമരങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നതെന്നാണ് ഈ പൊട്ടം പറയുന്നത്. സമരം ചെയ്തിട്ടാണ് സ്വാതന്ത്ര്യം നേടുന്നത്. പക്ഷേ അന്നം മുട്ടിച്ച സമരങ്ങളായിരുന്നില്ല. ഈ വീഡിയോയില് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ഒരു എന്തോ പാഴ്സൽ സർവീസ് പോലെ ഉണ്ട്. PSC എഴുതിയിട്ട് കയറിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ പോസ്റ്റ് ഓഫീസ് അങ്ങനെ എന്തെങ്കിലും അവരെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗവൺമെന്റ് അംഗീകൃത പാഴ്സൽ ഏജൻസി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ പാഴ്സലുകളൊക്കെ ഇന്ന സ്ഥലത്ത് എത്തണമെന്നോ അല്ലെങ്കിൽ കണക്ക് നോക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇവർ തടസ്സപ്പെടുത്തുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട്, അടയ്ക്കട എന്ന സഹോദരക്കാർ ആശുപത്രിക്ക് മരുന്ന് എത്തിക്കുന്ന സ്ഥലമാണ് പറഞ്ഞിട്ടും രക്ഷയില്ല. ആശുപത്രിക്ക് മരുന്ന് എത്തിക്കുന്ന സ്ഥലം എന്താണ് ഇവരെ കുറിച്ച് പറയേണ്ടത്? പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ മരുന്നുകൾ ഇന്ന സ്ഥലത്ത് എത്തണമെന്നുണ്ടാവും, അത് പ്രതീക്ഷിക്കുന്ന രോഗികളുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഈ സമരാനുകൂലികൾ പലതും വ്യക്തമായിട്ടുള്ള ബുദ്ധിയില്ലാത്ത, ചിന്താശേഷി ഇല്ലാത്ത രാഷ്ട്രീയ അടിമകളാണ്. അതുകൊണ്ട് തന്നെ അവരത് ചിന്തിക്കണമെന്നില്ല. നമ്മൾ ഈ സന്ദേശം സിനിമകളിലൊക്കെ കാണുന്നില്ല. അതുപോലെ സ്വന്തം അമ്മ ആശുപത്രി കിടന്നാൽ പോലും അവർ സമരം ചെയ്യും. ഈ മരുന്നുകൾ കിട്ടാതെ മരിക്കുന്ന രോഗികളുണ്ടാവാം, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന രോഗികളുണ്ടാവാം. അവർക്കുള്ള കഷ്ടത്തിന് ഇവർ ആര് പരിഹാരം ചെയ്യും? നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം.